ഇന്ന് വരെ ആരാണ് നഫീസ എന്ന് നീ പഠിച്ചിട്ടുണ്ടോ? നിന്നെ പോലെ വിചാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള ആഗ്രഹങ്ങളുള്ള നിന്നെ പോലെ പച്ചയിറച്ചിയുണ്ടായിരുന്ന പെണ്ണാണ് നഫീസ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ആരായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തകാസുർ ഓതിയിട്ട് അതാ പ്രഭാഷണം നടത്തുന്ന മനുഷ്യനവിടെ ഇരുന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇന്ന് വരെ സീരിയൽ കണ്ടിട്ട് കരയുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് ബോധുന്നത് കേട്ടിട്ട് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? നിനക്കതിന്റെ വിലയറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. സ്വഹാബാ, സൂറത്തു തകാസുർ ഓതു സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ബോധാൻ പറയുമ്പോ സ്വഹാബി അവിടെ ഇരുന്ന് കൊണ്ട് ബോധുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. പടച്ചവനെ സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുന്നു, സ്വഹാബ നിങ്ങളാരും കരയാത്തതെന്താ? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു രണ്ടാമത് ഓതാൻ. സ്വഹാബികൾ ഓതാൻ തുടങ്ങി, റസൂലുള്ള കരയാൻ തുടങ്ങി, കൂടെ ചിലരൊക്കെ കരയാൻ തുടങ്ങി. ഓതിക്കഴിഞ്ഞപ്പോ ചോദിച്ചു, കരയാത്തവരോട് നിങ്ങൾ കരയാത്തതെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ കരച്ചല് വരുന്നില്ലേ, കരച്ചല് വരുന്നില്ലേ? കരയുന്നവരെ പോലെ അഭിനയിക്ക് സഹാബാ. അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന 10 ആയത്തുള്ള ഈ ഒരു സൂറത്തുണ്ടല്ലോ, ഇതോതുമ്പോ കരയണം ചെറുപ്പക്കാരാ, ഇതോതുമ്പോ കരയണമടാ. കരച്ചല് വരുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുകയാ. വെറുതെയാകില്ല, വെറുതെയാകില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്തു തകാസുർ ഓതുന്ന സമയത്ത് കരഞ്ഞ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ?